താങ്ങാൻ കഴിയുമോ സഹോദരാ? സ്വന്തം മക്കള് മരിച്ചു പോയാ താങ്ങാൻ കഴിയുമോ? പൊന്നുമോനെ, മക്കൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയാത്ത വാപ്പാ, മക്കള് പനി പിടിച്ചാ ഉറങ്ങാത്ത ഉമ്മ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയിലെ ഒന്നാമത് വിവാഹം കഴിച്ചത്. പടച്ചവനെ വിവാഹ ജീവിതം തുടങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാവുകയാ. ആദ്യമായിട്ട് ഖദീജ ഗർഭിണിയാകുമ്പോ സന്തോഷം പറയാറില്ലല്ലോ, സന്തോഷം പറയാറില്ലല്ലോ. ആ കുടുംബത്തിന്റെ സന്തോഷം എത്രയോ വലുതായിരിക്കും ചെറുപ്പക്കാരാ. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാ. 40 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചത്, അപ്പോഴല്ലേ മുത്തുനബിയിലൂടെ ഗർഭിണിയായത്. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. അങ്ങനെ 9.5 മാസം കഴിഞ്ഞു. അല്ലാഹു അവിടുന്നൊരു പൊന്നുമോനെ കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ഇബ്രാഹിം എന്ന് പേരിട്ടു, ഇബ്രാഹിം എന്ന് പേരിട്ടു. അല്ലാഹുവേ, രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന് താഴെ വെക്കാതെ രണ്ടുപേരും ഇങ്ങനെ വളർത്തുകയാ. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹുവേ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ അങ്ങ് തിരിച്ച് വിളിക്കുമ്പോ അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ചു പോയപ്പോ റസൂലുള്ളാഹിക്ക് പോലും താങ്ങാൻ പറ്റിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലും ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുമ്പോ മുത്തുനബി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി ഇരുന്ന് കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറുതെ പറയുന്നതല്ലല്ലോ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, കരയല്ലേ ഖദീജ, കരയല്ലേ ഖദീജ. ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കാനുള്ള ആൾക്കാരെ പോലും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിയോഗിച്ച് കളഞ്ഞു. ഖദീജ, കരയല്ലേ ഖദീജ. നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നമ്മുടെ പൊന്നുമോനെ നമുക്ക് കാണാമല്ലോ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു മോനല്ല, ഒരു മോളല്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ ജീവിച്ചിരിക്കുമ്പോ എത്ര മക്കളുടെ മയ്യത്താ ഖബറടക്കിയതെന്നറിയോ? ഒരെണ്ണമല്ല സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ എത്രയോ മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. സ്വന്തം മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. തലവേദന വന്നാ സഹിക്കാത്ത വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് എത്ര മക്കളുടെ മയ്യത്തിന്റെ മുകളിലാ മണ്ണ് വാരിയിട്ടത്. സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ മുത്തുനബിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നീ ബദർ യുദ്ധത്തിന് വരണ്ട, തന്റെ പൊന്നാര മകള് സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രവാചകൻ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നബിയേ, ജന്നത്തുൽ ബഖയിലേക്ക് പോ നബിയേ.